എടാ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പാടാ. വളരെ എനർജറ്റിക് ആയിട്ടിരിക്കണം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞു. നമ്മൾ അടുത്ത ട്രിപ്പിനുള്ള എവിടെ രണ്ടാണ് അടുത്ത ട്രിപ്പ് പോവാണ്. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ ഊട്ടിയിലേക്ക് പോവാണ്. ഊട്ടി പോവാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലെ? ഇപ്പൊ പ്രത്യേകിച്ചും ഗുഡാഖേ അത്ര ഫേമസ് ആയതുകൊണ്ട് ഊട്ടി കൊടൈക്കനാൽ ട്രിപ്പ് ഭയങ്കര തിരക്കാന്ന് പറയുന്നുണ്ട്. നമ്മൾ കൊടൈക്കനാൽ കഴിഞ്ഞ വർഷം പോയതാണല്ലോ. അപ്പൊ ഇപ്രാവശ്യം ആദ്യമായിട്ട് ഊട്ടി പോകുന്നവരുണ്ടോ ഈ ട്രിപ്പില്? ആരാ? അച്ഛൻ മാത്രമേ പോയിട്ടുള്ളൂ അല്ലെ ഊട്ടിയില്? ഞാൻ ഇതുവരെ ഊട്ടിയിൽ പോയിട്ടില്ല. ഊട്ടിയിൽ പോവാത്ത മലയാളികൾ പ്രസന്റ്. അപ്പൊ ആദ്യമായിട്ടാണ് ഊട്ടി പോണത് കേട്ടോ. സ്കൂളിലും കോളേജിലൊക്കെ ട്രിപ്പ് എല്ലാവരും ഊട്ടി പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇതുവരെ ഊട്ടിയിൽ പോയിട്ടില്ല. ആദ്യമായിട്ട് ഊട്ടിയിൽ പോവാണ്. വണ്ടിയുണ്ട്, നല്ല വണ്ടി. നമ്മള് എപ്പ ഇറങ്ങിയതാണ്? ഒരു 4-5 മണിയായപ്പോ ഇറങ്ങിയതാ കേട്ടോ. വണ്ടിയില്ല നമ്മളൊരു 4:30-5 മണിയാകുമ്പോ ഇറങ്ങിയതാണ്. പിന്നെ എല്ലാരും വണ്ടി കയറി കിടന്ന് ഉറക്കായിരുന്നു. പിന്നെ എപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി? 8:30-9 ആയപ്പോ അതുവരെ നല്ല ഉറക്കായിരുന്നു രണ്ടുപേരും. ബെഡൊക്കെ സെറ്റാക്കി വെച്ചേക്കാണല്ലോ. അപ്പൊ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 9 മണിക്ക് ആയപ്പോ A2B കയറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇനി അടുത്ത എല്ലാവരും എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിപ്പോ ഒരു 5 മണിക്ക് നമ്മൾ രാവിലെ 5 മണിക്ക് ഇറങ്ങി വൈകിട്ടൊരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ 5 മണിക്ക് ആകുമ്പോൾ എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. നാളെയാണ് നമ്മൾ ഫുൾ കറക്കം. അപ്പോൾ ഊട്ടി വ്ളോഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. പറ്റുന്ന കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഈ ഒരു സമയത്താണ് നമ്മൾ ഇറങ്ങിയത് 4:30-5 മണി സമയത്ത്. ഇപ്പം ഞങ്ങൾക്ക് അത് എല്ലാവർക്കും ശീലമാണ്. നാട്ടിലേക്കൊക്കെ ഇങ്ങനെ ഈ ഒരു സമയത്ത് പോകുന്നത് കൊണ്ട് തന്നെ ഫ്രഷ് ആവുക, ഈ സമയത്ത് കയറിയിരിക്കുക. പിള്ളേരൊക്കെയാണെങ്കിൽ ഉറങ്ങും. ഞാനും കുറച്ച് കഴിഞ്ഞ് ഉറങ്ങും കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ തലേ ദിവസം ഈ പാക്കിങ്ങിന് ആരും കൂടില്ല. ഞാൻ തന്നെ ചെയ്യണം. എന്താ വെച്ചാൽ എന്നാലാണ് എല്ലാ സാധനങ്ങളും അതിൽ ഉണ്ടാവുള്ളൂ. ഏട്ടനൊക്കെ പാക്ക് ചെയ്യാൻ കൂടിയിട്ടുണ്ടെങ്കിൽ അത് പകുതി സാധനങ്ങൾ ഉണ്ടാവില്ല. ആള് വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും, ഞാൻ വെച്ചിട്ടുണ്ടാവുമെന്ന് ആള് വിചാരിക്കും. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് എനിക്ക് തന്നെ എല്ലാം പാക്ക് ചെയ്യണതാണ് ഇഷ്ടം. അപ്പം അങ്ങനെ പാക്കിങ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ലേറ്റ് ആവുമല്ലോ കിടക്കാൻ. അപ്പം രാവിലെ നേരത്തെ എണീറ്റ് വണ്ടി കയറി കഴിഞ്ഞ് ഞാൻ ഉറങ്ങും. ആളാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആൾക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കാരണം എന്നോട് ഉറങ്ങിക്കോളാൻ പറയും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ആൾക്ക് ബോറടിച്ച് തുടങ്ങുമ്പോഴാണ് ഞാനിങ്ങനെ വർത്താനം പറയാനൊക്കെ വേണ്ട. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ടാവും. പിന്നെ എല്ലാവരും ചില്ലായിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് കളിയായി യൂട്യൂബിൽ ഇങ്ങനെ കോമഡി വീഡിയോസ് ഒക്കെ ഇട്ട് കാണും. പിന്നെ അന്താക്ഷരി കളിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് സമയം പോകും കേട്ടോ. പിന്നെ പിള്ളേരിങ്ങനെ ഇടയ്ക്കൊക്കെ ഉറങ്ങും. അങ്ങനെ നമ്മൾ ഉറങ്ങി ഇപ്പോൾ ഉച്ചയായി. നമ്മളിനിപ്പോൾ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ തപ്പി റെസ്റ്റോറൻറ്റ് തപ്പി ഒരു 2-2:30 ആയപ്പോൾ നമുക്ക് ഒരു വന്ദനം കഫേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഇറങ്ങി. അപ്പോൾ അവിടെ ആ സമയം കൊണ്ട് 2 ഉറക്കമൊക്കെ പിള്ളേരുടെ കഴിഞ്ഞു. ഞാൻ പിന്നെ രാവിലെ ഉറങ്ങുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് അങ്ങനെ ഉറക്കം വരില്ല. കാരണം ആളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണുള്ളൂ. അല്ലെങ്കിൽ ഡ്രൈവിങ് ഭയങ്കര കുശുപ്പായിട്ട് തോന്നില്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുശുമ്പും കുന്നായ്മൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മളെ റെസ്റ്റോറൻറ്റിൽ കയറി. മെയിനായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പേടിയാണ്. കാരണം പുറത്ത് പോകുമ്പോൾ 2-3 ദിവസം പുറത്തു തന്നെ ആയിരിക്കുമല്ലോ ഫുഡ്. അപ്പം എപ്പോഴും മക്കൂനൊക്കെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇത്തവണ എന്താണെന്നറിയില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല ഫുഡായിരുന്നു കിട്ടിയതൊക്കെ. ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ മൊത്തം പോക്കാണ് ആവാറ്. ഇത്തവണ ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. എല്ലാം നല്ല ഫുഡായിരുന്നു. നമ്മൾ കഴിച്ചതൊക്കെ നല്ല ഫുഡായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തിരിച്ചെത്താൻ പറ്റി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് വീണ്ടും കയറുകയാണ് കേട്ടോ. ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് രണ്ടാളും ചില്ലാണ്. പിന്നെ ഉറക്കം വരുമ്പോൾ പിന്നെയും കിടന്നുറങ്ങും. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഊട്ടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടത്. അപ്പോൾ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കും. കണ്ടോ, നമ്മൾ 14 ഹെയർ പിൻ
ബെൻഡ് കയറിയിട്ടാണ് വരുന്നത് കേട്ടോ. അയ്യോ, മുകളിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും താഴേക്ക് നോക്കുമ്പോൾ എനിക്ക് നല്ല പേടിയാണ്. ഞാനിങ്ങനെ സൈഡ് വഴിയൊക്കെ നോക്കുള്ളൂ, താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തല കറങ്ങും. 14 UPN ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ കയറുമ്പോൾ ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി ആയിരുന്നേ പണ്ടൊക്കെ. ഇപ്പം എന്താണെന്ന് അറിയില്ല, ഇപ്പം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇപ്പം ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ തലക്കറക്കം മാത്രമേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ഈ യാത്രയുടെ ഭാഗമാണല്ലോ. ശരിക്കും എനിക്കിങ്ങനെ റോഡ് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ നല്ല റോഡാണ് വ്യൂ ഉണ്ടാവുക. അപ്പം ഞാൻ വിചാരിക്കും ഇങ്ങനെ റോഡ് വ്യൂ മാത്രമായിട്ട് വീഡിയോ ചെയ്യണമെന്ന്. പിന്നെ നമ്മുടെ ഒരു സഫാരി ട്രാവൽ ചാനൽ അല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോ ഒന്നും കാണാൻ നമ്മുടെ ചാനലിലുള്ളവർക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും അധികം ഇടാത്തത്. എനിക്കിങ്ങനെ റോഡ് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മളെപ്പോഴും കൂടുതൽ ഹൈ റേഞ്ച് ആണല്ലോ ട്രിപ്പൊക്കെ പോകണം. അപ്പം അങ്ങനത്തെ നല്ല റോഡ് വ്യൂ കാണുമ്പോൾ എനിക്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പം അങ്ങനെ നമ്മളതേ ഊട്ടിയിലേക്ക് എത്തി. കൂനൂർ വഴിയാണ്, മസനഗുഡി വഴിയല്ല, നമ്മൾ കൂനൂർ വഴി ഊട്ടി എത്തി. നമ്മളെടുത്ത കോട്ടേജിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോട്ടേജ് എത്താറായി കേട്ടോ. എത്തിപ്പോയി. ഇതാണ് നമ്മൾ 3 ദിവസം സ്റ്റേ ചെയ്ത കോസ്റ്റൽ ഗാർഡൻ എന്ന് പറയുന്ന കോട്ടേജ് കേട്ടോ. അപ്പം അതിങ്ങനെ സ്റ്റെപ്പായിട്ട്, നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ അങ്ങനെയാണല്ലോ, മൂന്നാർ അവിടെയൊക്കെ അങ്ങനെ തന്നെ സ്റ്റെപ്പായിട്ടാണ് അവരിങ്ങനെ ബിൽഡിങ്സ് പണിതിട്ട്. അപ്പം ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. നമ്മൾ ദൂരെ നിന്നാണ് എടുത്തത്. ലഗേജ് കയറ്റാൻ വേണ്ടി നമ്മൾ തൊട്ട് താഴെ ഇട്ടിട്ട് അങ്ങോട്ട് ലഗേജ് കയറ്റാൻ വേണ്ടി എടുക്കുകയാണ്. ഇതാണ് നമുക്ക് കിട്ടിയ കോട്ടേജ്, ഈ ഏറ്റവും അറ്റത്തുള്ളത്. അതുപോലെ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മുകളിൽ 4 എണ്ണം, താഴെ 4 എണ്ണം, അങ്ങനെ സ്റ്റെപ്പായിട്ടാണ് അവർ പണിതിട്ടേക്കുന്നത്. അപ്പം ഇവിടെ ഈ ഒരു നിരയിൽ തന്നെ 4 വീടുകളുണ്ട് കേട്ടോ. ഈ ഏറ്റവും അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ കോട്ടേജ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാന്ന് നോക്കാം. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. 2 റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രണ്ട് ബെഡ്റൂം ഉണ്ട്, ഒന്നവിടെ ഒന്നവിടെ. അപ്പൊ കുട്ടികളുടെ അവിടെ, വലിയവർക്ക് അവിടെ. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് നല്ല വലുപ്പമുള്ള ഡബിൾ കോട്ട് കട്ടിലുണ്ട്, അതുപോലെ സൈഡ് ടേബിൾ ഉണ്ട്, സൈഡ് മിറർ ഉള്ള ഒരു വാൾ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു കബോർഡ് ഉണ്ട്. കബോർഡ് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കബോർഡാണുള്ള ആവശ്യം. ഡ്രസ്സൊക്കെ വാരിക്കുട്ടി അവിടെ ഇടണം, പിന്നെ തിരിച്ചു പോകുന്ന സമയത്ത് എല്ലാം കൂടെ പെട്ടിയിലാക്കണം. അപ്പോൾ അതിനുള്ള നല്ല സ്പേഷ്യസ് ആയ കബോർഡ് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ലിവിങ്ങിൽ TV ഉണ്ട്, അതുപോലെ ഡൈനിങ് ടേബിൾ ഉണ്ട്, സൈഡ് ടേബിൾ ഉണ്ട്, സോഫ സെറ്റ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണ് കോസ്റ്റൽ ഗാർഡൻ. അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള വേറൊരു ബെഡ്റൂം, 2 ബെഡ്റൂമാണുള്ളത് കേട്ടോ. സെയിം സൈസ് തന്നെയാണ്, നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളെടുത്ത് അവിടെ പിള്ളേർ അവർ തന്നെ അങ്ങനെ കിടക്കില്ല, ഞങ്ങൾ അങ്ങോട്ട് മാറി കിടക്കും. ഇത് ടോയ്ലറ്റ്, ഒരു ടോയ്ലറ്റേ ഉള്ളൂ. ഇതാണ് പുറത്തേക്കുള്ള വ്യൂ. ഇങ്ങനെയാണ്. ഇവിടെ രാവിലെ ഒരു കാപ്പിയൊക്കെ പിടിച്ച് വന്നിരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ കളി തുടങ്ങി. നമ്മൾ വന്നിട്ട് ഏട്ടൻ ഡ്രൈവ് ചെയ്താണല്ലോ, അപ്പോൾ ഒരു അരമണിക്കൂർ കിടന്നിട്ട് ഫ്രഷ് ആയിട്ടാണ് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു പ്ലേ ഏരിയയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രഷായി. ഇനിയിപ്പോൾ ഈവനിങ് ആയ കാരണം നമുക്ക് അധികം സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട്, നമ്മുടെ ഈ വില്ലയുടെ തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫ്രഷായി ഇറങ്ങാൻ പോവാണ്. എൻ്റെ അക്കറി ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ സ്റ്റുഡിയോന്ന് പോയപ്പോൾ മേടിച്ചതാണ്. അമ്മാളിന് കിട്ടില്ല, അമ്മാളിൻ്റെ ഡ്രസ്സ് വേറെയാണ്. അമ്മാളിനെ കാണിച്ചു തരാം. അമ്മാളിന് ഞങ്ങൾക്ക് മാച്ചിങ് കിട്ടിയില്ല അല്ലേടാ? ആ, ചാടി നിലത്തെത്തോ? വാവ്, ഇതാണ് നമ്മൾ വന്ന പാർക്ക്. അപ്പോൾ പാർക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേരുടെ പ്ലേ ഏരിയ ഒക്കെയുള്ള അങ്ങനത്തെ ഒരു പാർക്കാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അല്ല, ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ അതിവിശാലമായ സ്റ്റോർ റൂമാണ്. അതിൻ്റെ ഇടയിൽ അക്കിളൂസിൻ്റെ ഷോ. ഏട്ടൻ വണ്ടി ഇടാൻ പോയേക്കാണ്. ഒരു ക്യാമറ കണ്ടെങ്കിൽ ഭയങ്കര ഷോ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. പെർ ഹെഡ് 50 rupees ആണ് കേട്ടോ. 50 rupees ഒന്നുമല്ല, 100 rupees വരെ വെച്ചാലും നഷ്ടമില്ല എന്ന് ഞാൻ പറയും. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിവിശാലമായ ലോണാണ്, ഏക്കർ കണക്കിനാണ് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. പിന്നെ സൈപ്രസിൻ്റെ ട്രീ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. വലിയ ഗ്രീൻ ലോണാണ്. നമ്മൾ ഈവനിങ് ആയതുകൊണ്ടാണ്, നല്ല ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ അത്ര ക്ലാരിറ്റി ഇല്ലാത്ത കേട്ടോ. ഈവനിങ്ങിലാണല്ലോ പോയത്. നല്ല പകൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ കിട്ടും. പല ഷേപ്പിൽ സൈപ്രസിൽ, ഇത് സൈപ്രസ് ട്രീ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. സൈപ്രസ് അങ്ങനെയാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ മതിൽ പോലെ തോന്നുന്നില്ലേ, ഇതൊരു
ഗെയിം സോണാണ്. നമ്മളൊരു ഇത് കണ്ടിട്ടില്ലേ, എന്താണ് എങ്ങനെയാ അതിന് പറയാ, പുറത്ത് കടക്കാമോ വഴി കാണിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടാവില്ലേ, ഇങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ആ ഒരു ഐറ്റം ആണിത്. പക്ഷെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാലാണ്, ഉള്ളിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് ട്രീ ആയിട്ട് തോന്നണം കേട്ടോ. പുറത്ത് കാണിക്കുമ്പോൾ ഞാൻ ഇതിൽ ആദ്യം കാണിച്ച പോലെ മതിൽ പോലെയാണ് തോന്നുക. അതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടതെന്ന് വെച്ചിട്ട് നിൽക്കും. എക്സിറ്റ് ആവാൻ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് എക്സിറ്റ് ആവുന്നു, അടുത്തേക്ക് പോകുമ്പോൾ ഇത് എക്സിറ്റ് ആവുമെന്ന് വിചാരിക്കും. അങ്ങനെ സൈപ്രസ് ട്രീ കൊണ്ട് ഇങ്ങനെ ആ ഒരു ഗെയിം ഏരിയ ഉണ്ടാക്കിയിട്ടേക്കാണ്. പിള്ളേർ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു, അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സോൺ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് പോയത് അവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു, ബ്രിഡ്ജ്. അയ്യോ അതെനിക്ക് കയറാൻ ഞാൻ പേടിച്ചിട്ട് ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് വെർട്ടിഗോ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ കയറി കഴിഞ്ഞ് തല കറങ്ങും എന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് കയറി പയ്യെ ഞാൻ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഭയങ്കര ധൈര്യത്തിലാണ്, ഉള്ളിൽ നല്ല പേടിയുണ്ട്. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. കയറിയപ്പോൾ താഴേക്ക് നോക്കാതിരുന്നാൽ മതി. അപ്പം ഞങ്ങൾ ഇതെല്ലാം അക്കുവിനെയൊക്കെ ഞാൻ കൈപിടിച്ചതെല്ലാം സുഖമായിട്ട് കയറി. നടന്നു വന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ അവിടെ നിന്ന് തിരിച്ച് അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തേക്ക് പോകണമല്ലോ. അപ്പം ഇവിടെ കുറേ കാണാനുണ്ട് കേട്ടോ. ആ തൂക്കുപാലം ഇറങ്ങി വരുന്നത് കുറേ കാണാനുണ്ട്. ഞാൻ അക്കുവിനെ പേടിപ്പിക്കുകയാണ്, അമ്മത് പിടിച്ച് കുലുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ വളരെ ധൈര്യത്തോടു കൂടി ഇങ്ങോട്ട് ഇറങ്ങി. അങ്ങോട്ട് തിരിച്ച് ഞാൻ എത്താറായല്ലോ എന്ന് വിചാരിച്ച് താഴേക്ക് നോക്കിയതേ എനിക്ക് തല കറങ്ങി കേട്ടോ. തിരിച്ചു പോകുമ്പോൾ അങ്ങടെ ഇറങ്ങിയിട്ട് പിന്നെ കുറേ ഏരിയ അവിടെ കാണാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ അമ്മാളൂനൊരു പൂതി, അവൾക്ക് സ്പ്ലിറ്റ്സ് ചെയ്യണമെന്ന് ആ പാലത്തിൽ. അതിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ സൈഡിലായിട്ട് കൊടുക്കാം കേട്ടോ. ആ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി വരുന്നിടത്ത് പിന്നെയും ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അവിടെ ഒരു ഫിഷ് പോണ്ടൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫേക്ക് വാട്ടർഫോൾ ഉണ്ട്. അമ്മാളൂന് അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇറങ്ങണം എന്ന് വെച്ചിട്ട് നോക്കുകയാണ്. അവിടെ വേറെ ഏരിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഇറങ്ങാനായിട്ട്, അതുകൊണ്ട് നമ്മളിതിന് പുറത്തേക്കായിരുന്നു. പിന്നെ ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസ് ഞാൻ കുറച്ച് ഇവിടെ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ വേറെ എവിടെയും പോയില്ല, പിന്നെ നേരെ റൂമിൻ്റെ ഉള്ളിൽ പോയി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നാളത്തെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബൈ.